നമസ്തേ. ഒരു കഥ പറയാം. ധനികനായ ഒരു ചെറുപ്പക്കാരന് ഒരു തത്തമ്മയുണ്ടായിരുന്നു. അയാൾ അതിനെ വളരെ സ്നേഹത്തോടെ പോറ്റി വളർത്തുകയാണ്. ഒരു ദിവസം തത്തമ്മയ്ക്ക് ചുമ പിടിച്ചു. അയാള് തത്തമ്മയെ ചികിത്സിക്കാനായിട്ട് ഒരു ഡോക്ടറെ കാണാൻ പോവുകയാണ്. ഒരു അലോപ്പതി ഡോക്ടറെ കണ്ടു. അപ്പൊ അയാൾ പറയുന്നു, തത്തമ്മയ്ക്ക് ഓപ്പറേഷൻ വേണം അത്രേ. ചെറിയ നെഞ്ചല്ലേ. അയാൾ തിരികെ കൊണ്ടുപോകുന്നു. അയാളൊരു ഹോമിയോ ഡോക്ടറെ കണ്ടു. അപ്പൊ അയാൾ പറഞ്ഞു, തത്തമ്മയുടെ ചുമയൊക്കെ മാറ്റി കൊടുക്കാം, പക്ഷെ കാപ്പിയും ചായ ഒന്നും കൊടുക്കാൻ പാടില്ല അത്ര. അപ്പൊ അയാൾ അവിടെ ഒന്നും തിരികെ കൊണ്ടുവരികയാണ്. അയാൾ തിരിച്ചു വന്ന് ഒരു പ്രകൃതി ചികിത്സയിൽ പോവുകയാണ്. അപ്പൊ തത്തമ്മയെ മണ്ണിൽ കുഴിച്ചിടാം എന്നാണ് അയാൾ പറയുക. അയാൾ വലിയ മനോഭാരത്തോടെ തിരിച്ചു വരുന്നു. തിരിച്ചു വന്ന് വീട്ടില് അയാളുടെ ടെൻഷൻ ഇങ്ങനെ വർദ്ധിക്കുന്നു. അയാളൊരു വശത്തിരിക്കുന്നു, തത്തമ്മ കൂട്ടിലിരിക്കുന്നു. അയാൾക്കൊരു ചെറിയ ദുശീലം ഉണ്ടായിരുന്നു, പുകവലിക്കുന്നു. അയാളുടെ ടെൻഷൻ കൂടിയപ്പോൾ അയാളുടെ പുകവലിയും കൂടി. അപ്പൊ കുറെ ദിവസമായിട്ട് അയാൾ പുറത്തേക്ക് ഇറങ്ങുന്നില്ല. അപ്പൊ അയാളെ പഠിപ്പിച്ച ഒരു അധ്യാപിക അയാളുടെ വീടിന്റെ സമീപം തന്നെ താമസിക്കുന്നുണ്ട്. പ്രായാധിക്യത്തിലും അവർ വന്ന് ഈ മനുഷ്യനെ അന്വേഷിക്കുന്നു, എന്താണ് പുറത്തേക്ക് ഇറങ്ങാത്തത്, ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോ ആ അധ്യാപിക അയാളോട് പറയുന്നുണ്ട്, കുഞ്ഞെ, നീ നിന്റെ ദുശീലവും നിർത്താം, തത്തമ്മയുടെ കാര്യം അവിടെ നിൽക്കട്ടെ. അയാള് അധ്യാപിക പറഞ്ഞതല്ലേ എന്ന് വിചാരിച്ച് ആ പുകവലിയൊക്കെ നിർത്തി. തത്തമ്മയുടെ ചുമയും മാറി. അപ്പൊ നിങ്ങൾ പറയും, തത്തമ്മയുടെ ചുമയുടെ കാരണം അയാളുടെ പുകവലിയാണ്. പക്ഷെ ശരിക്കും അങ്ങനെ അല്ല കേട്ടോ. തത്തമ്മയ്ക്കൊരു സ്വഭാവം ഉണ്ടല്ലോ. യജമാനൻ എന്ത് പറയുന്നു, തത്തമ്മയെ പൂച്ച പൂച്ച അങ്ങനെ തന്നെ ഏറ്റു പറയും. ശരിക്കും അയാൾക്ക് ആദ്യം പുകവലി ഉണ്ടായിരുന്നപ്പോൾ അയാൾക്ക് ചെറിയ ചുമയുള്ളൂ. അപ്പൊ തത്തമ്മ അവിടെ കൂട്ടിലിരുന്ന് ഇങ്ങനെ ചുമയ്ക്കും. പിന്നീട് അയാളുടെ ടെൻഷൻ കൂടുന്നതനുസരിച്ച് അയാളുടെ പുകവലി കൂടുന്നു, അയാളുടെ ചുമയും കൂടുന്നു. അതനുസരിച്ച് തത്തമ്മയുടെയും ആ പരിഹാസം കൂടുന്നുണ്ട്. യഥാർത്ഥത്തില് നമ്മുടെ ചുറ്റും എന്തെങ്കിലും അശുദ്ധി ഉണ്ടോ എന്നൊക്കെ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അടിസ്ഥാനപരമായി നമ്മുടെ കൂടി അശുദ്ധി തന്നെയാണ് അതിൻ്റെ കാരണം എന്നുള്ളത് നാം തിരിച്ചറിയണം. ആദരവ്.